നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് വഴി 6 മാസം കഴിയുമ്പോഴേക്കും ഇനി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കാം, അല്ലെങ്കിൽ അതിന് തക്കവണ്ണം സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയോട് ബന്ധപ്പെട്ടതായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ അവസരങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും അതിലൊരു പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും പണനഷ്ടവും വന്നു ചേരുവാൻ ഇടയുണ്ട്. അനുവർത്തിച്ചു വരുന്ന ജീവിതശൈലിക്ക് അത് അനുവർത്തിച്ച് വേണ്ട വിധത്തിൽ വരുന്നതിനാൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും സെപ്റ്റംബർ മാസത്തോടുകൂടി പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഈ മാസത്തിൽ തന്നെ ഒരുവിധം ഭേദപ്പെട്ടതായിട്ടുള്ള ജോലിയിൽ എത്തിച്ചേരും. എന്നാൽ സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും അംഗീകാരവുമുള്ള ജോലി ഒരുപക്ഷെ 2025 മെയ് മാസത്തിന് ശേഷമേ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. പരസ്പര വിശ്വാസത്തോടുകൂടി പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ ആത്മവിശ്വാസത്തോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കും. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. പല വിധത്തിലുള്ള വിമർശനങ്ങളെയും അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് സുതാര്യതയുള്ള സമീപനം വേണ്ടി വരുവാനിടയുണ്ട്. വിലപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഭൂമിക്രയ വിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു യുക്തിയും കഴിവും പ്രാപ്തിയും ഉണ്ടാകുവാനിടയുണ്ട്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ജോലിയോടൊപ്പം പഠിക്കുവാനും പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നു. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നതിനാൽ ഉടമസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായവും സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള നേട്ടം കൈവരുവാൻ ഇടയുണ്ട്. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ കൂലങ്കഷമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സാമ്പത്തികമായുള്ള സഹായം നൽകുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും സംശയാസ്പദമായിട്ടുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ടും ശുഭകരമായിട്ടുള്ള തീർക്കുവാൻ അവസരം ഈ ഒരു മാസത്തിൽ, ഒക്ടോബർ മാസത്തിൽ വന്നു ചേരുവാൻ പുണർദ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട്
ഒരുപക്ഷെ മാസത്തിന്റെ ഒടുവിൽ 1-2 ദിവസം അവധിയെടുത്തുകൊണ്ട് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് പുറപ്പെടാൻ അവസരമുണ്ടാകും. അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അസമയങ്ങളിൽ ഉറക്കൊഴിച്ച യാത്രയും അമിത വേഗതയുള്ള യാത്രയും വാഹന ഉപയോഗവും ആവുന്നതും ഒഴിവാക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പഠിച്ച വിദ്യയോട് ബന്ധപ്പെട്ടതായുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടും. എന്നാൽ അതെല്ലാം സ്വന്തം നിലയിൽ ഉള്ള കഴിവുകളെ കൊണ്ടല്ല, സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും തന്നെയാണ് ഇതിന് ഉപോത്ബലകമായി തീർന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നത് വഴി നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഇടയുണ്ട്. വ്യാപാര മേഖലകളിൽ ദീർഘവീക്ഷണത്തോടുകൂടി വിറ്റുവരവുള്ള വിഭാഗം നിലനിർത്തിക്കൊണ്ട് വിപുലമായിട്ട് വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ ഒരു 6 മാസത്തില് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കേണ്ടി വരും. എങ്കിൽ പോലും അങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കാർഷിക വിളകളിൽ നിന്നും അനുകൂലമായ ആദായം വന്നു ചേരും. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടയുണ്ട്. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും സെപ്റ്റംബർ മാസത്തിൽ ഉപരിപഠനമൊക്കെ പൂർത്തീകരിച്ചു. എന്നാൽ നിലവിലുള്ള രാജ്യത്തിൽ ജോലി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഏറെക്കുറെ തൃപ്തിയായത് വന്നു ചേരുവാനും ഇടയുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി കുടുംബ പാരമ്പര്യം നിലനിർത്തക്ക വിധത്തിലും ഭാരതീയ ശാസ്ത്രശാഖകൾ അതിന്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിലും ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനിടയുണ്ട്. ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനായിട്ട് അവധിക്ക് അപേക്ഷകൾ നൽകുവാനും അനുകൂലമായ അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കാവൂ, അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അവലംബിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള ചികിത്സകളും ചെയ്യുകയും അതിൽ നിന്നും പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, രോഗശമനമില്ലാത്തതുകൊണ്ട് ഇതരമായുള്ള ചികിത്സാ രീതികളായിട്ട് ആയുർവേദ, പ്രകൃതി, ഹോമിയോ ചികിത്സകളെല്ലാം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സർവസ്വീകാര്യത വന്നു ചേരുവാനിടയുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. ചിത്രംവര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇനിയൊരു 3-4 മാസത്തേക്ക് 1-2 ദിവസങ്ങളിൽ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. പരീക്ഷ നിരീക്ഷണങ്ങളിലും വിജയം കൈവരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കുവാനും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.